മുട്ട ബിരിയാണി ഉണ്ടാക്കിയാലോ? വളരെ കുറഞ്ഞ ചെലവിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവർക്കും ബാച്ചിലേഴ്സിനും ഇപ്പോൾ കുട്ടികളൊക്കെ ഒരു ബിരിയാണി കഴിക്കണം എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു മുട്ട ബിരിയാണിയാണിത്. ഇപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ദിവസവും മുട്ട ബിരിയാണി മതി എന്ന് പറയും കുട്ടികൾ. ഇപ്പം 4 മുട്ട പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട്. 4 പേർക്കുള്ള അളവാണ് കേട്ടോ കാണിക്കുന്നത്. ഇനിയിപ്പം 4 പേർക്ക് 2 മുട്ട വെച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് 8 മുട്ടയായിട്ട് വേണമെങ്കിൽ ചേർക്കാം. അരിയൊക്കെ ഈ അളവിലെടുത്തിരുന്നാൽ മതി. ഞങ്ങളിവിടെ ഓരോ മുട്ട വെച്ച് മാത്രമേ കഴിക്കാറുള്ളൂ. ഇനി നമുക്ക് എടുക്കേണ്ടത് കൈമ റൈസാണ് കേട്ടോ. 2 കപ്പ് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. കൈമ ഇല്ലാന്നുണ്ടെങ്കിൽ ബസ്മതി ആയാലും മതി. പിന്നെ നല്ല മണമുള്ള കൈമ റൈസ് എടുക്കുകയാണെങ്കിൽ ശരിക്കും നല്ല ടേസ്റ്റും മണവും ഒക്കെ ഉണ്ടാവും നമ്മുടെ ബിരിയാണിക്ക്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം. 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് നിറച്ചും വെള്ളം ഒഴിച്ച് അടച്ച് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. എപ്പോഴും അരി കഴുകിയതിന് ശേഷം മാത്രമേ സോക്ക് ചെയ്യാവുള്ളൂ. ഇതൊരു 20 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്യാം. ഇത് നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്. കുക്കറിലല്ല വെക്കുന്നതെങ്കിൽ സാധാരണ ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിരുന്നാൽ മതി. ഞാൻ എടുത്തിട്ടുള്ളത് 5 ലിറ്ററിൻ്റെ കുക്കറാണ്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണയാണ് പക്ഷേ കൂടുതൽ ടേസ്റ്റ്. നെയ്യും കൂടെ വേണമെങ്കിൽ മിക്സ് ആക്കിയിട്ട് എടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. 2 ഗ്രാമ്പു, 2 ഏലക്ക. അതൊന്ന് പൊട്ടി വരട്ടെ. അതൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കരിഞ്ഞൊന്നും പോരുത്, ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി. ആ സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 2 കുടം വെളുത്തുള്ളി പൊളിച്ചതാണ്. ഒരു 10-20 അല്ലിയോളം ഒക്കെ ഉണ്ടാകും. അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇഞ്ചിയുടെ അളവ് കൂടി പോരുത്, അത് കൂടിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ വെളുത്തുള്ളി ഈ ഒരു അളവിലെടുക്കണേ. ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 എണ്ണ എടുക്കുന്നുള്ളൂ. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. അതുകൊണ്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. പച്ച മല്ലിപ്പൊടി വേണം എടുക്കാനായിട്ട്, വറുത്ത മല്ലിപ്പൊടി എടുക്കരുത്. ഇത് പാക്കറ്റിൽ വാങ്ങിക്കുന്ന മല്ലിപ്പൊടിയാണ്. 2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി അവിടെ വെക്കാം. ഒരുപാട് വെള്ളമായി പോകരുത്. അരി 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് നടുഭാഗം അങ്ങ് കുഴിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ വെള്ളം അങ്ങ് ഊർന്നു പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിലത്തെ അരിയിലൊക്കെ വെള്ളം തട്ടിക്കിടന്ന് പിന്നെയും അത് കുതിർന്നു പോകും. അപ്പോൾ നമുക്ക് എല്ലാ അരിക്കും ഒരേപോലത്തെ ആ ഒരു വേവ് കിട്ടില്ല. അതവിടെ ഇരിക്കട്ടെ. ഇടയ്ക്ക് സവാള ഒന്ന് ഇളക്കി കൊടുക്കണേ. അതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ആവട്ടെ. നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം അളന്നെടുക്കാം. 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ബസ്മതി റൈസ് ആണെങ്കിലും ഇതേ അളവ് തന്നെ എടുത്താൽ മതി. കുതിർക്കാത്ത അരിയാണെങ്കിൽ ഈ വേവ് കറക്റ്റ് ആവില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. കളറൊന്നും മാറിയിട്ടില്ല. ഞാൻ തീ വളരെ കുറച്ച് വെച്ചതാണ് കേട്ടോ. കാരണം സ്റ്റീലിൻ്റെ കുക്കറും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ തീയിലിട്ട് ചെറുതായിട്ട് പതുക്കെ അങ്ങ് വഴറ്റിയെടുത്തതാണ്. ഇത് മതി. ഇനി ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതും കുറഞ്ഞ തീയിൽ തന്നെ വഴറ്റിയെടുക്കണം. ഇത് ഒരുപാട് സമയം വഴറ്റരുത്. 1 മിനിറ്റ് മാത്രം വഴറ്റിയാൽ മതി. ഇനി ഇത് ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മല്ലിപ്പൊടി കുതിർത്ത് വെച്ചില്ലേ അത് ഇട്ട് ഇതിൽ ശകലം വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് മതി. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. നമുക്കിതിലേക്ക് മല്ലിപ്പൊടി അരച്ചത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതങ്ങ് ഇളക്കി കൊടുക്കാം. എന്നിട്ട് തീ കൂട്ടി വെച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു മിനിറ്റൊക്കെ ഒന്ന് ഇളക്കിയാൽ മതി. ഇതിലേക്ക് നമുക്കൊരു 3 തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. തക്കാളി കാണുമ്പോൾ ഇത്രയും തക്കാളിയോ എന്ന് വിചാരിക്കേണ്ട. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ. ആ തക്കാളിയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയാൽ മതി. അധിക സമയമൊന്നും വെക്കേണ്ട. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്തൊന്ന് ഇളക്കാം. ഇതൊന്നും ഒരുപാട് സമയം വെച്ച് വഴറ്റേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് വന്ന് ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആക്കിയെടുക്കാവുന്നൊരു ബിരിയാണിയാണ്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അതുകൂടെ ചേർത്തൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മളെ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ്. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കുറച്ച് നന്നായിട്ട് മുന്നിട്ട് നിൽക്കണം ഉപ്പ്. കാരണം കുറച്ച് വെള്ളമല്ലേ വെക്കുന്നുള്ളൂ. ഇത്രയും അരി നമുക്ക് വേവാനുള്ളതല്ലേ. അരിയിലോട്ട് പിടിച്ച് വരുമ്പോൾ ചോറിന് ഉപ്പ് കാണില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൊട്ട് നാക്കിൽ വെച്ച് നോക്കുമ്പോൾ അയ്യോ നല്ല ഉപ്പാതിപ്പോയോ എന്ന് തോന്നണം നമ്മുടെ ഈ ബിരിയാണിക്ക് ഉപ്പ് ചേർക്കുന്ന സമയത്ത്. നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പുഴുങ്ങിയ മുട്ട തൊലി പൊളിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് മുറിച്ചിട്ട് ഇടണ്ട കേട്ടോ. വേണമെങ്കിൽ വരഞ്ഞു കൊടുക്കാം. നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വരയില്ലേ, അങ്ങനെ വേണേൽ വരഞ്ഞു കൊടുക്കാം. ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇതുപോലെ നമ്മൾ കുക്കറിലിട്ടിട്ട് വെന്ത് വരുന്ന സമയത്ത് മുട്ടയിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കും. മുട്ട എടുക്കുമ്പോൾ മനസ്സിലാവും ആ മുട്ടയുടെ കളറും ഒക്കെ മാറി നല്ല ടേസ്റ്റും ആയിരിക്കും.
ആ ഫ്ലേവറൊക്കെ ഉള്ളിലോട്ട് പിടിക്കും. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടെ ചേർത്ത് ഇളക്കി പതുക്കെ ഇളക്കിയാൽ മതി, മുട്ട പൊടിഞ്ഞു പോകരുത്. എല്ലാം ഒന്ന് അരിയൊക്കെ സൈഡിലുണ്ടെങ്കിൽ ഒന്ന് തട്ടി കൊടുക്കണം. അതുപോലെ നമ്മൾ കുക്കർ അടയ്ക്കുന്ന സമയത്ത് ഈ സൈഡിലൊക്കെ ചെറിയ അരിയോ എന്തെങ്കിലും ഉള്ളിയുടെ അംശമോ ഒക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വിസിൽ വരില്ല. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമല്ലേ, സൈഡിൽ കൂടെയൊക്കെ അങ്ങ് പ്രഷർ പോയി പോകും. അപ്പോൾ അങ്ങനെ പോയാൽ നമ്മുടെ ഈ അരി കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നല്ല നീറ്റാക്കിയതിന് ശേഷമേ കുക്കർ അടച്ച് വെക്കാവുള്ളൂ. അതുപോലെ അടപ്പും ക്ലീൻ ആണോ നോക്കണം. അടപ്പിൻ്റെ സൈഡിൽ വാഷറിൻ്റെ അടുത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ പല പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റിയതാണ്. അതുകൊണ്ടാട്ടോ ഞാൻ എടുത്തു പറയുന്നത്. ഇത്ര സില്ലി ആയിട്ടുള്ള കാര്യമാണ് എന്തിനാ പറയണതെന്ന് വിചാരിക്കേണ്ട. നമുക്ക് അടച്ചു വെച്ച് ഒറ്റ വിസിലിന് ഓഫാക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. ഒറ്റ വിസിൽ വന്നിട്ടുണ്ട്, ഓഫാക്കിയിട്ടുണ്ട്. നമ്മൾ തട്ടി കൊടുക്കുകയൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇനി അതവിടെ ഇരുന്ന് അതിൻ്റെ പ്രഷർ മുഴുവൻ പോകുമ്പോൾ നമുക്ക് എടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വേണമെങ്കിൽ വറുത്തിട്ട് കൊടുക്കാം. പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മളിപ്പോഴാണല്ലോ നെയ്യ് ഒഴിക്കുന്നത്. നമ്മൾ ബിരിയാണി വെക്കുന്ന സമയത്ത് ആദ്യമേ വേണമെങ്കിൽ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. പിന്നെ അത് മാത്രമല്ല, തണുത്ത് കഴിഞ്ഞാലും സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഡാൽഡ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പം വലിയ അളവിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഡാൽഡ ഉപയോഗിച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കുറേ കൂടി. പക്ഷെ നമ്മൾ ഡെയിലി വീട്ടിൽ കഴിക്കുമ്പം ഈ ഡാൽഡയൊന്നും ഉപയോഗിക്കാതിരിക്കുക നല്ലത്. ഇനി നമുക്കിതിലേക്ക് ചെറിയ സവാള നല്ല നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ബിരിയാണിയിലൊക്കെ സവാള നെയ്യിൽ വറുത്തിടുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇല്ലാതെ തന്നെ നമ്മുടെ മുട്ട ബിരിയാണി നല്ല ടേസ്റ്റാണ്. എപ്പോഴും ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ചെയ്യാറൊന്നുമില്ല. ഇതിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് ചെയ്യുന്നേ ഉള്ളൂ. അതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ പെട്ടെന്ന് നല്ല കാരമലൈസ് ചെയ്ത് വരും സവാള. അപ്പോൾ എന്താ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. നമുക്ക് ഓഫായി കൊടുക്കാം. അത് കരിഞ്ഞു പോരുത്. ഇനി വേണമെങ്കിൽ മുന്തിരി ഇട്ട് കൊടുക്കാം. പക്ഷേ ചിക്കുവിന് മുന്തിരി വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡേറ്റ്സ് ആണ് ഇടുന്നത്. ഡേറ്റ്സ് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ബിരിയാണിയുടെ ഒരു സ്പെഷ്യൽ ചമ്മന്തി അരച്ചെടുക്കുകയാണ്. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങയിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പുതിന ഉണ്ടെങ്കിൽ പുതിന ചേർത്ത് കൊടുക്കാം. 2 വെളുത്തുള്ളി, 1 പച്ചമുളക്, 2 ടീസ്പൂൺ വിനാഗിരി, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി ബിരിയാണിക്ക്. അപ്പോൾ നമ്മുടെ ചട്നി റെഡി. ഇപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം. അടിപൊളി, നല്ല മണമാണ്, കാണാനും എന്ത് ഭംഗിയാണ്. നമുക്കിത് പതുക്കെ ഇളക്കി കൊടുക്കാം. അതിനു മുമ്പ് ആദ്യം നമുക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പുതിനയില ഇല്ലെങ്കിൽ മല്ലിയില മാത്രമായാലും മതി. ഡേറ്റ്സും കാഷ്യൂനട്ടും മുന്തിരിയും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് നമുക്കിതിങ്ങ് ഇളക്കി ഇങ്ങ് എടുക്കാം. അടിയോടുകൂടി കുത്തി ഇളക്കാതെ പതുക്കെ ഇങ്ങ് ഇളക്കിയിട്ടാൽ മതി. വേണ്ടില്ലേ, ചോറൊക്കെ നല്ല വേറെ കിടക്കുന്നുണ്ട്, ഒന്നും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. എന്നാൽ ചോറ് നല്ല സോഫ്റ്റുമാണ്. ഇതുപോലെ ഇരിക്കണം നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത്. ബിരിയാണിയുടെ ചോറ് അരി സോക്ക് ചെയ്ത് വെച്ചിട്ട് എടുക്കുമ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. ശരിക്കും വീട് മുഴുവൻ നല്ലൊരു മണമാണ് കേട്ടോ. നല്ല ബിരിയാണിയുടെ മണമാണ്. നമ്മളിപ്പോൾ ചിക്കൻ ബിരിയാണിയുടെ ആ ഒരു സ്മെല്ല് തന്നെ വരുന്നുണ്ട്. ചമ്മന്തിയും വെച്ചിട്ടുണ്ട്. ഇനി സാലഡ് ഉണ്ടെങ്കിൽ സാലഡും കൂടെ വെക്കും. സാലഡിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ എപ്പോഴും ഈ ബിരിയാണിക്ക് ഈ ചട്നി മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. ചിലപ്പോൾ സാലഡ് ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ കുശാലായി. ചമ്മന്തി കൂട്ടി കുഴച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്. ചമ്മന്തിയും ആ ബിരിയാണിയും കൂടെ വരുമ്പോഴത്തേക്കും നല്ലൊരു കോമ്പിനേഷനാണ്. ചോറൊക്കെ നല്ല സോഫ്റ്റായിട്ടായിരിക്കുന്നത് കണ്ടില്ല. നല്ല വിടർന്ന് കിടക്കുന്ന അരിമണികളാണ്. നമ്മൾ ശരിക്കും ഒരുപാട് കഴിച്ചു കേട്ടോ ഈ ഒരു ബിരിയാണി. കാരണം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ബിരിയാണിയിൽ ഒരുപാട് ഓയിലും എണ്ണയോ നെയ്യോ ഒന്നും അധികം ഉപയോഗിച്ചിട്ടില്ല. വളരെ കുറച്ച്. നമ്മൾ സാധാരണ ചോറും കറിയും ഉണ്ടാകുന്ന അത്ര പോലും എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതൊക്കെ ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പറയുന്നത് ഇത് തന്നെ മതി സ്കൂളിലേക്ക് എന്ന്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. നോക്കണ്ട, മുട്ടയുടെ ഉള്ളിലേക്കും അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഉള്ളിൽ. ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവേ. അപ്പം ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കില്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.